75ാം ജന്മദിനത്തിന്റെ നിറവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തെ പ്രകീർത്തിച്ച് IAS ഉദ്യോഗസ്ഥൻ ഷാ ഫൈസൽ. തനിക്ക് രണ്ടാമതൊരു അവസരം നൽകിയതിന് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം വന്നു, അത് ഞാൻ വ്യക്തിപരമായും തൊഴിൽപരമായും ഒരു ഗർത്തത്തിൻ്റെ അടിത്തട്ടിലെത്താൻ കാരണമായി. എൻ്റെ യോഗ്യതകൾ ഇപ്പോഴും കടലാസിൽ പ്രധാനമായിരുന്നു. പക്ഷേ ലോകം മുന്നോട്ട് പോയി, സുഹൃത്തുക്കൾ അപ്രത്യക്ഷമായി, അംഗീകാരം വാങ്ങി, ഭാവി നിലച്ചതായി തോന്നി. ആ നിമിഷത്തിൽ പൊതുസേവനത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസാന ശ്രമം നടത്താൻ ഞാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും ആരെങ്കിലും വീണ്ടും എന്നെ പരീക്ഷിക്കും എന്ന് ഞാൻ സംശയിച്ചു. ഒരു കാശ്മീരിയായോ മുസ്ലിമായോ എന്നെ വിലയിരുത്തുമോ? പ്രതീക്ഷിച്ചതിലും നേരത്തെ അവസരം ലഭിച്ചു. എന്റെ എളിയ തുടക്കത്തിലെയും എന്നെ രൂപപ്പെടുത്തിയ പോരാട്ടങ്ങളിലെയും മൂല്യം ഒരു യഥാർത്ഥ ദർശകൻ തിരിച്ചറിഞ്ഞു. എന്റെ യാത്രയുടെ പിന്നിലെ ഉദ്ദേശം അദ്ദേഹം മനസ്സിലാക്കിയതായി തോന്നി. ഒരു സന്യാസിയെ പോലെ എന്റെ മതത്തെയോ പാരമ്പര്യത്തെയോ അല്ല, ലക്ഷ്യത്തെയാണ് അദ്ദേഹം ക്ഷമിച്ചത്. എന്റെ അന്തസ്സ് പുനഃസ്ഥാപിച്ച ഒരു നിശബ്ദ പ്രവൃത്തിയായിരുന്നു അത്, അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം ഞാൻ മുഴുവൻ കഥയും പറയും, പക്ഷെ ഇന്നത്തേക്ക് ഇത്രയും മതിയാകും. കോടിക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിച്ച മനുഷ്യന്, ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആശംസകൾ. മോദിയെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും ടാഗ് ചെയ്തുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019 ജനുവരിയിലാണ് ഫൈസൽ IAS വിട്ട് ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം നൽകിയത്. 2020 രാഷ്ട്രീയത്തിൽ നിന്ന് വീണ്ടും സിവിൽ സർവീസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ഇതുപോലെ മോദിയെ വെറുത്തിരുന്ന കാലത്തു നിന്ന് മോദിയെ അംഗീകരിക്കുന്ന കാലത്തേക്ക് മടങ്ങി വന്നവർ നിരവധിയാണ്. JNU സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവായ ഷെഹ്ല റാഷിദ് ഷൂറ ഇന്ന് മോദിയുടെ ആരാധികയാണ്. മോദിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയ വ്യക്തി. എന്നാൽ ഇപ്പോൾ ഷെഹ്ല പൊതുസമൂഹത്തിൽ മോദിയെ ആരാധിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മോദി വിരുദ്ധത പറഞ്ഞു നടന്നതിൽ നിന്ന് അവർ മാറി. ഇപ്പോൾ മോദിയെ പ്രശംസിക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ. ഇത് എല്ലാവരുടെയും രാജ്യമാണ്. എവിടെ വേണമെങ്കിലും ജീവിക്കാനും പോകാനും കഴിയും. ഇവിടെ സമാധാനമുണ്ട്, വികസനമുണ്ട്. മുൻപ് ഭരിച്ചിരുന്ന ബ്രിട്ടനെ മറികടന്ന് 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. ഈ നേട്ടം കൈവരിച്ചത് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്ന ഇച്ഛാശക്തിയോടെ തീരുമാനമെടുക്കുന്ന ഭരണ സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഒരു വിമർശകയിൽ നിന്ന് പ്രധാനമന്ത്രി മോദിയുടെ ആരാധികയായി മാറിയതിനെക്കുറിച്ച് ഷെഹ്ല റഷീദ് പറഞ്ഞത് ഇങ്ങനെ: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ മാറ്റിമറിക്കാൻ തക്ക ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന നിസ്വാർത്ഥ മനുഷ്യനാണ് എന്ന തിരിച്ചറിവാണ് എന്റെ മനമാറ്റത്തിന് കാരണമായത്. തീവ്രമായ വിമർശനങ്ങളെ അദ്ദേഹം ധീരമായി നേരിട്ടിട്ടുണ്ട് എന്നും ഷെഹ്ല പറയുന്നു. സൈനിക ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്ന് ആരോപിച്ച് 2019 എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അവർ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. സ്വയം പരിശോധിക്കാതെയാണ് അന്ന് വിവരങ്ങൾ താൻ പങ്കുവച്ചത്. തനിക്ക് വിവരം കൈമാറിയവരുടെ ലക്ഷ്യവും അതായിരുന്നു. ഞാൻ പങ്കുവച്ച വിവരങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമുള്ള ദേശവിരുദ്ധ ശക്തികൾ ഉപയോഗിച്ചു എന്നത് സത്യമാണ്. ആ ട്വീറ്റുകൾ ഇട്ടതിൽ ഖേദമുണ്ട്, അവർ പറഞ്ഞു. ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വിമർശകയായിരുന്നു ഷെഹ്ല റാഷിദ്. അന്ന് വിവാദ പരാമർശങ്ങൾ കൊണ്ട് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കനയ്യകുമാർ ഉമർ ഖാലിദ് തുഗ്ടെ ഗ്യാങ്ങിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഷെഹ്ല. ശ്രീനഗർ സ്വദേശിയായ ഷെഹ്ല 2015-16 കാലഘട്ടത്തിൽ JNU വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. ഇതുപോലെ നിരവധി ആൾക്കാരാണ്. ഒരു കാലത്ത് നരേന്ദ്രമോദി വിരുദ്ധത പറഞ്ഞു നടന്നതിൽ നിന്ന് ഇന്ന് മോദിയുടെ പ്രശംസകൾ അല്ലെങ്കിൽ മോദിയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടി പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നത്. പല മോദി വിരുദ്ധർക്കും ഇതൊരു തിരിച്ചടി തന്നെയാണ്. ഇനിയും മടങ്ങി വരാനുണ്ട് ചിലരെങ്കിലും. ന്യൂസ് ഡെസ്ക് കർമ്മ.